ഹായ്, സൊമാറ്റോ സോഷ്യൽ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു സൈഡ് ബാറിൽ ഇ കൊമേഴ്സ് സ്റ്റോർ ഓപ്ഷൻ കാണാം. നമുക്ക് പുതിയൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് സ്റ്റോർ ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ നമുക്ക് സ്റ്റോർ ടൈപ്പ് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ. ഞാനിവിടെ ഫിസിക്കൽ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ പേജ് സെലക്ട് ചെയ്യാം. ഇവിടെ ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോർ നെയിം കൊടുക്കാം. ഞാനിവിടെ സ്റ്റോർ നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഇമെയിൽ ആൻഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ലോഗോ ആഡ് ചെയ്യാം. ഇവിടെ ലോഗോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഫെവിക്കോൺ ഇമേജും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ക്രിയേറ്റ് സ്റ്റോർ കൊടുക്കാം. സ്റ്റോർ ക്രിയേറ്റഡ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ കാറ്റഗറീസ് ആഡ് ചെയ്യാം. ഞാനൊരു ഓൺലൈൻ ഫാഷൻ സ്റ്റോർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ കാറ്റഗറീസ് സെലക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കാറ്റഗറി നെയിം ആൻഡ് തംബ്നെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സേവ് കൊടുക്കാം. ഞാനിവിടെ ഡിഫറെന്റ് കാറ്റഗറീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാറ്റഗറിയിലും പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് പ്രൊഡക്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു നെയിം കൊടുക്കാണ്. നെയിം കൊടുത്തു. ദെൻ ഇവിടെ ഒറിജിനൽ പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാറ്റഗറി സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ബാഗ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ തംബ്നെയിൽ. ഇവിടെ നമുക്ക് ഫീച്ചേർഡ് ഇമേജസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് എത്ര ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട് എന്ന് ഇവിടെ കൊടുക്കാം. ഡിസ്പ്ലേ സ്റ്റോക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് സ്റ്റോക്ക് ഐറ്റം കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ എനാബിൾ ചെയ്യാം. സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പർച്ചേസിംഗ് ഡിസേബിൾ ചെയ്ത് വെക്കാം. സേവ് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് കാറ്റഗറീസിലായിട്ട് ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെക്ക്ഔട്ട് സെറ്റ് ചെയ്യാം. നമുക്കിവിടെ ചെക്ക്ഔട്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പേയ്മെന്റ് ഇന്റഗ്രേഷൻ, അതുപോലെ തന്നെ നമ്മുടെ പേയ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെ വേണമെന്നുള്ളത്, നമ്മുടെ കറൻസി ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടാക്സ്, അതുപോലെ ഡെലിവറി പ്രിഫറൻസ്, ലോഗിൻ പ്രിഫറൻസ്, അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താണോ പേയ്മെന്റ് ഇന്റഗ്രേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പേപ്പാൽ ഇമെയിൽ ആണ് കൊടുക്കുന്നത്. പേപ്പാൽ ഇമെയിൽ കൊടുത്തു. നമുക്കിവിടെ പേപ്പാൽ എനാബിൾ ചെയ്ത് കൊടുക്കാം. പേയ്മെന്റ് ഓപ്ഷൻസ് നമുക്കിവിടെ പേപ്പാൽ എനാബിൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്താണോ പേയ്മെന്റ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ പേപ്പാൽ എനാബിൾ ചെയ്ത് കൊടുത്തു. ദെൻ ഇവിടെ നമുക്ക് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസി ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. നമുക്ക് എന്തെങ്കിലും ടാക്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡെലിവറി പ്രിഫറൻസ്, സ്റ്റോർ പിക്കപ്പും അതുപോലെ ഹോം ഡെലിവറിയും രണ്ടും പോസിബിൾ ആണെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്കിവിടെ ലോഗിൻ പ്രിഫറൻസ്, ഗസ്റ്റ് പർച്ചേസ് കാണുന്നുണ്ട്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് ലോഗിനോ സൈനപ്പോ ഇല്ലാതെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണിത്. അവർക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഇത് എനാബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അഡ്രസ് പ്രിഫറൻസ്, നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളത്, ചെക്ക്ഔട്ട് കൺട്രി, സ്റ്റേറ്റ്, അതുപോലെ ഫോൺ നമ്പർ, ഇമെയിൽ കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണോ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് അവരുടെ സൈഡിൽ നിന്ന് വേണ്ടുന്നത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ സേവ് കൊടുത്തു. അപ്പൊ ഇവിടെ ചെക്ക്ഔട്ട് സെറ്റിംഗ്സ് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ അപ്പിയറൻസ് സെറ്റിംഗ്, ബിസിനസ് അവർ സെറ്റിംഗ്സ്, ആട്രിബ്യൂട്ട്സ്, അതുപോലെ ഡെലിവറി പോയിന്റ്സ്, QR മെനൂസ്, കൂപ്പൺസ് ഇതുപോലുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാം. നമുക്ക് ഇതൊക്കെ ആവശ്യാനുസരണം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ബേസിക്കലി നമ്മുടെ ഇ കൊമേഴ്സ് സ്റ്റോർ ഇവിടെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. പ്രൊഡക്ട്സ് ആഡ് ചെയ്തു, കാറ്റഗറീസ്, അതുപോലെ പേയ്മെന്റ് ഇന്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോർ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വിസിറ്റ് സ്റ്റോർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പേജ്, നമ്മുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണിത്. ഇവിടെ നമുക്ക് ഓൾ ഐറ്റംസ് കാണാം. അതുപോലെ ഓരോ കാറ്റഗറീസിന്റെ അണ്ടറിലും വരുന്ന പ്രൊഡക്ട്സ് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ ഹോം ഓപ്ഷൻ ഉണ്ട്, അതുപോലെ കാർട്ട്, ലോഗിൻ, ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോറിന്റെ ലിങ്ക് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് മൊബൈൽ എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓൺലൈൻ സ്റ്റോർ. നമ്മൾ നോർമലി കാണുന്ന ഇ കൊമേഴ്സ് സ്റ്റോർ പോലെ തന്നെയാണ് ഈ ഒരു സ്റ്റോറും ഉള്ളത്. ഇവിടെ ഹോം, അതുപോലെ കാർട്ട്, ഓർഡേഴ്സ് ഇതുപോലുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാം. നമുക്കിവിടെ ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവർ അഡ്രസ് ഇവിടെ ആഡ് ചെയ്യാം. ഓർ അതർവൈസ് നമുക്ക് സ്റ്റോർ പിക്കപ്പ് കൊടുക്കാം. പ്രൊസീഡ് ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് പേയ്മെന്റ് മെത്തേഡ് നമുക്കത് സെലക്ട് ചെയ്യാം. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ് സെലക്ട് ചെയ്യുന്നത്.
ഇതിപ്പോ ഇവിടെ ഇൻവോയ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനും പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനും ഒരു നമ്മുടെ സോഷ്യൽ ഫീച്ചറിലൂടെ പറ്റുന്നതാണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ബൈ നൗ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതിലിവിടെ ലോഗിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഓൾറെഡി ഗസ്റ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്തതുകൊണ്ട് ഞാനിവിടെ ചെക്കൗട്ട് ആസ് ഗസ്റ്റ് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. ഇവിടെ ഞാൻ ബൈ നൗ കൊടുക്കുകയാണ്. ദെൻ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി അഡ്രസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെല്ലാം നമുക്കിവിടെ സ്റ്റോർ പിക്കപ്പും സെലക്ട് ചെയ്യാം. ഇവിടെ പ്രൊസീഡ് ചെക്കൗട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻ ഇവിടെ നമ്മൾ പേപ്പാൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പേപ്പാൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറിയും കൊടുക്കാം. ഞാനിവിടെ ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഇൻവോയ്സ് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു ഇൻവോയ്സ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഓർഡേഴ്സ് ഓപ്ഷനിൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മുടെ ഓർഡേഴ്സ് ഇതൊക്കെ സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. നമുക്ക് ഓർഡർ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് അപ്രൂവ്ഡ്, റിജക്റ്റഡ്, ഷിപ്പ്ഡ്, ഡെലിവേർഡ്, കംപ്ലീറ്റഡ് എന്നൊക്കെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഓർഡർ നോട്ടിഫിക്കേഷനും സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇവിടെ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്തതിനനുസരിച്ച് കസ്റ്റമറിന്റെ മെയിലായിട്ട് നമുക്ക് ഇതുപോലെ SMS ആയിട്ടും ഒക്കെ നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഇമെയിൽ ആയിട്ട് സെൻഡ് ചെയ്യുന്നതിന് ഇവിടെ നമുക്ക് SMTP ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്യാം ഇമെയിൽ സെന്ററിൽ. then ഇവിടെ സേവ് കൊടുക്കാം. സേവ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഓർഡർ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് നോട്ടിഫിക്കേഷൻ മെയിലായിട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കൺഫർമേഷൻ ആൻഡ് റിമൈൻഡറും ഇവിടെ ഇമെയിൽ ആയിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്കിവിടെ കൂപ്പൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂപ്പൺസിൽ കൊടുക്കാം. അതുപോലെ നമുക്ക് URL ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഓരോ പ്രൊഡക്റ്റിന്റെ അതുപോലെ കാറ്റഗറീസിന്റെ ഒക്കെ URLും കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്കത് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊഡക്റ്റ് URL, ഓർഡർ URL, അതുപോലെ വിഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പ്രൊഡക്ട്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്യാം. അതുപോലെ കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.